ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഒരു കിഡിലൻ ക്രാഫ്റ്റ് ആട്ടോ. എന്തായാലും ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണ ആരും നിങ്ങൾ മറക്കണ്ട. ഞാൻ ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഡിസ്പോസിബിൾ കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഡിസ്പോസിബിൾ കപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കോട്ട്സോ അല്ലെങ്കിൽ പിക്ചറോ ഒക്കെ ഈ ഒരു വാലന്റൈൻസ് തീമിലോ അല്ലെങ്കിൽ ആ വാലന്റൈൻസ് ഡേയോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോട്ട്സും അതും ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കൊടുക്കുക. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വരയ്ക്കാം കേട്ടോ. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സ്, കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഡിസ്പോസബിൾ കപ്പിൻ്റെ മുകളിൽ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങൾ അതിലേക്കൊന്ന് വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ ഡിസ്പോസിബിൾ കപ്പിലേക്ക് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഡിസ്പോസിബിൾ കപ്പിൻ്റെ മുകളിൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. പിന്നെ നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് നമ്മൾ കിഡിലനായിട്ടുള്ള ഡിസ്പോസിബിൾ കപ്പ് ക്രാഫ്റ്റ് ഐഡിയാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിലും സാധിക്കുവാണെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഞാൻ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അതാട്ടോ. അപ്പോഴേ നമ്മൾ ആ ഒരു പെൻസിൽ കൊണ്ട് ഔട്ട്ലൈനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു മാർക്കർ എടുത്ത് ഒന്ന് ഫുള്ളൊന്ന് നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഔട്ട്ലൈനൊക്കെ. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു കളറൊക്കെ വെച്ച് നമ്മുടെ വാലന്റൈൻസ് ഡേ തീം ആയതുകൊണ്ട് തന്നെ റെഡും അതുമൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ, അങ്ങനെ നമ്മൾ അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരു റെഡ് കളർ പേസ്റ്റൽ ഷീറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പേസ്റ്റൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ബോണ്ട് പേപ്പറിൻ്റെ സെയിം സൈസും തിക്നെസ്സും ഒക്കെ വരുന്ന കളേർഡ് ഷീറ്റിനാണ് പേസ്റ്റൽ ഷീറ്റ് എന്ന് പറയുക. അപ്പോൾ അതിലൊരു ഹെയർ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഹെയർട്ടിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാലിഗ്രഫി വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു കോട്ട് എഴുതി കൊടുക്കാം കേട്ടോ. നമ്മുടെ കാലിഗ്രഫിയിൽ നമ്മൾ 2 വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ അതിൽ തെളിഞ്ഞ് നിൽക്കുന്ന കളേഴ്സ് വെച്ച് വേണം കേട്ടോ ഈ ഒരു കോട്ട് നമ്മൾ എഴുതി കൊടുക്കാനായിട്ട്. ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി എനേബിൾ ആണോ എന്ന് നോക്കാം കേട്ടോ. എങ്കിലാണ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരത്തുള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, അതൊന്ന് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ പേപ്പറിന് പകരമായിട്ട് നമുക്ക് 2-3 മെത്തേഡുകളുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ലാസ്റ്റ് കൊടുക്കാൻ എന്തൊക്കെയാണ് ആ മെത്തേഡെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി പേപ്പർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പേപ്പർ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ 3 റോളാണ് ചെയ്തെടുക്കേണ്ടത്. ഈ 3 റോളും ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഡിസ്പോസിബിൾ കപ്പ് എടുത്തിട്ട് 3 ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലാണ് ഹോൾ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ സെൻറ്ററിലായിട്ടൊരു ഹോൾ, പിന്നെ 2 സൈഡുകളിലായിട്ടും ഓരോരോ ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഹോളുകൾ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ 3 റോളും എടുത്ത് നീങ്ങിപ്പോകാതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. 2 ഹാൻഡായിട്ടും 1 ലെഗായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹാൻഡിൻ്റെ എത്രയാണോ നമുക്ക് നീളം ആവശ്യമുള്ളത് അതനുസരിച്ച് കട്ട് ചെയ്യുക. ആ ലെഗിൻ്റെയും നമുക്ക് വേണമെങ്കിൽ നീളം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മളായിട്ട ഹോളിലേക്ക് ഇത് ഫുള്ളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ ഒരു ഹോളിലേക്ക് നമ്മളതൊന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ഹോളൊന്ന് വലുതാക്കി കൊടുക്കുക. നമ്മുടെ ആ ഒരു റോളിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് നമ്മളൊന്ന് ഹോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷമുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹേർട്ട് ഷേപ്പ് അതിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. സെൻറ്റർ സ്റ്റമ്മിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ശേഷം 2 ഹാൻഡ് ഉണ്ടല്ലോ, ആ 2 ഹാൻഡിലേക്കുമായിട്ട് നമ്മൾ ജസ്റ്റ് 2 ഹേർട്ട് ഷേപ്പ് കൂടി നമ്മൾ ആ ഒരു സെയിം പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ തീരാറായി. ആ ഒരു ഹേർട്ട് ഷേപ്പ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഒരു പോപ്പപ്പ് ആയിട്ടുള്ള കിഡിലൻ ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ 2-3 എണ്ണം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ ഒരെണ്ണം അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ ഈ പേപ്പറിന് ഇൻസ്റ്റഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പിളിനൊക്കെ നമുക്കിതൊന്ന് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാട്ടെ. ഈ ഒരു പോപ്പപ്പ് ആയിട്ടുള്ള വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ. ദിസ് ഈസ് ഡിനിറ്റ് പിനോബിൾ സൈനിങ് ഔട്ട് ഫ്രം ആർട്ട് ഈസ് മൈ പാഷൻ. എൻ്റെ പാഷൻ ആർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ നിങ്ങൾ തിരിച്ചറിയുക, അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക, അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അടുത്തൊരു വേറെ വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ.